നോക്കൂ, ഇനിയും തെളിവ് തരാം. 1962 ശിവഗിരി മഹാസമാധി മന്ദിരത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ ഗീതാനന്ദ സ്വാമിയും അന്നത്തെ ശിവഗിരി മഠത്തിന്റെ മഠാധിപതി, ഇത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കേണ്ട, ശിവഗിരി മഠം 1958 മുതൽ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റായി മാറി, മഠാധിപതി ഇല്ല. എങ്കിലും അന്ന് മഠാധിപതി ആയിരുന്ന ശങ്കരാനന്ദ സ്വാമി എന്താണോ സമാധിയാകുന്നത് അന്ന് വരെ മഠാധിപതിയായി തുടരാം എന്ന് ധർമ്മസംഘം തീരുമാനമെടുത്തു. അതുകൊണ്ട് 1978 ജനുവരി 22 സമാധിയാകുന്നത് വരെ ശങ്കരാനന്ദ സ്വാമി ആയിരുന്നു മഠാധിപതി. അപ്പൊ ശിവഗിരി മഠത്തിന്റെ മഠാധിപതിയായിരുന്നിട്ടുള്ള ശങ്കരാനന്ദ സ്വാമികളും ഗീതാനന്ദ സ്വാമിയും MB മൂത്തേടത്ത് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് ട്രെയിനെ കയറി ആന്ധ്രയിൽ പോയി കണ്ടു. ഈ അസംഗാനന്ദഗിരിയെ, മലയാള മഹർഷിയെ ആയിരങ്ങൾ ഈശ്വരനെ പോലെ പൂജിക്കുന്ന അസംഗാനന്ദഗിരി സ്വാമിയുടെ നേരെ നിലവിളക്ക് വെച്ച് ഗുരുപൂജ ചെയ്യുന്ന ഭക്തന്മാർ നോക്കി നിൽക്കെ എന്താണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് ഇരിക്കുന്ന വലിയ സിംഹാസനം കസേരയ്ക്ക് ഇപ്പോഴെവിടെ ഉണ്ട്, അതൊക്കെ കണ്ട ആളാണ് ഞാൻ. അതിൽ നിന്നും ഇറങ്ങി വന്ന് ശിവഗിരി മഠാധിപതിയെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ശിഷ്യന്മാർ ഞെട്ടിപ്പോയി. അസംഗാനന്ദഗിരി സ്വാമിയെ കാണാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുക. ദേ വന്നിരിക്കുന്നൊരു എന്താണ് ഗസ്റ്റിന്റെ പാദങ്ങളിൽ ശിരസ് അർപ്പിക്കുന്നു. പറഞ്ഞ് ഈ വന്നത് ശിവഗിരി മഠാധിപതിയാ, ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിപുരുഷനാണെന്ന് പറഞ്ഞുകൊണ്ട് പാദങ്ങളിൽ വീണയാളാ മലയാള മഹർഷി. എന്നിട്ട് പറഞ്ഞു മഹാസമാധി മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ അതിനു മുമ്പ് സ്വാമി സമാധിയായി പോയി, എനിക്ക് വരാനാകുമെന്ന് തോന്നുന്നില്ലെന്നാ പറഞ്ഞ്. അതിനുശേഷം എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. എത്ര രൂപ? അപ്പൊ പറഞ്ഞു പണമൊന്നും വേണ്ട, മഹാസമാധി മന്ദിരം MB മൂത്തേടത്ത് നിർമ്മിച്ചു നൽകും, ഒരു പണം പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ട, ഒരു വ്യക്തിയാ നിർമ്മിക്കുന്നേ മഹാസമാധി മന്ദിരം, ഞാൻ വേറെ എന്തെങ്കിലും നാം ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ ശങ്കരാനന്ദ സ്വാമി പറഞ്ഞു ശിവഗിരി മാസിക, ഇപ്പോൾ ശിവഗിരി മാസികയുടെ ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളെ ശിവഗിരി മാസികയുടെ പ്രൊമോട്ടർമാരെ നിയോഗിച്ചിട്ടുമുണ്ട്. ശിവഗിരി മാസികയുടെ പ്രസിദ്ധീകരണം നിന്നുപോയി, അതുകൊണ്ട് അതിനൊരു തുക അങ്ങ് തന്നാ കൊള്ളാം. അപ്പൊ MB മൂത്തേടത്തിന്റെ അച്ഛൻ, MB മൂത്തേടത്ത് എന്ന് പറഞ്ഞാൽ മാക്കോദ പാറൻ മൂത്തേടത്ത്, MB മൂത്തേടത്തിന്റെ അച്ഛൻ മാക്കോദ ശിവഗിരി മഹാസമാധി മന്ദിരം നിർമ്മിക്കുന്ന ഫണ്ടിലേക്ക് ഒരു തുക ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. 5 പ്രാവശ്യം എഴുതിയാൽ കിട്ടുന്ന തുക 1, 2, 3, 4, 5 1, 1, 1 5 ലക്ഷം എഴുതിയാൽ 11,111 രൂപയാണ്. അത് ബാങ്കിലിട്ടിട്ട് 14,000 രൂപയായി. ആ 14,000 രൂപ കൊണ്ടാണ് ശിവഗിരി മഹാസമാധി മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ MB മൂത്തേടത്തിന്റെ അച്ഛൻ കരുതി വെച്ച ആ തുക 11,111 രൂപ ശിവഗിരി മാസിക പുനഃപ്രസിദ്ധീകരിക്കുവാനായി അന്ന് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ശിവഗിരി മഠാധിപതി ശങ്കരാനന്ദ സ്വാമിയുടെ കയ്യിൽ കൊടുത്തയാളാ മലയാള മഹർഷി. തീർന്നില്ല, വെള്ളിയിൽ തീർത്ത 108 വില്ല് പത്രങ്ങൾ എന്ന് പറഞ്ഞ കുഞ്ഞു കൂവളത്തില വെള്ളി കൊണ്ടുണ്ടാക്കിയ 108 കൂവളത്തില കൊണ്ട് ശങ്കരാനന്ദ സ്വാമിയെ ഗുരുപൂജ ചെയ്തയാളാ മലയാള മഹർഷി. കോടികൾ ആസ്തിയുള്ള വ്യാസാശ്രമത്തിന്റെ മഠാധിപതി. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അങ്ങോട്ട് പോകാതെ നമ്മളെല്ലാവരും തിരുപ്പതി പോയി ക്യൂ നിൽക്കും. ഈ സമൂഹം അന്നും ഇന്നും എന്നും ഭഗവാനെ ഉപാസിക്കുന്ന കാര്യത്തിൽ, സാമുദ്രപാദങ്ങളെ ഈശ്വരനായി കരുതുന്ന കാര്യത്തിൽ, അതുകൊണ്ടാ സ്വാമി ചോദിക്കുന്നേ നമ്മെ വിശ്വാസം ഉണ്ടോ? നിങ്ങളെല്ലാവരും, ഇടുക്കിക്കാർ പൊതുവെ ഗുരുഭക്തി, ഞങ്ങൾ കോട്ടയംകാരെ കഴിഞ്ഞ് കുറച്ചും കൂടെ കൂടുതലുള്ള സംഘടനാ ബോധമുള്ള ഒരു ജനതയാണ്. എങ്കിലും നാം ഒന്നുകൂടി ചോദിക്കേണ്ടതുണ്ട്, നമ്മെ വിശ്വാസമുണ്ടോ? ഈ ചോദ്യം ഇപ്പോഴും പ്രസക്തമാകുന്നത് 1894 സാമുദ്രപാദങ്ങൾ അരുവിപ്പുറം നടത്തിയിരിക്കുക. അന്ന് ശിവഗിരി മഠം ഇല്ല. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ കഴിഞ്ഞ് 2 ബിൽഡിംഗാണ് ഉണ്ടായി. 2 ബിൽഡിംഗ്, അരുവിപ്പുറം വടക്കേ മഠവും അരുവിപ്പുറം തെക്കേ മഠവും. ഇതിൽ വടക്കേ മഠം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ അരുവിപ്പുറത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഈ ഓഫീസിൽ കൗണ്ടറൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കുന്ന ഗുരുപൂജയ്ക്ക് പൈസ അടയ്ക്കുന്ന ആ നീണ്ട ബിൽഡിംഗ് ആണ് വടക്കേ മഠം. ഇതിൽ നദിയോട് ചേർന്ന 2ാമത്തെ മുറിയിലാണ് സാമുദ്രപാദങ്ങൾ വിശ്രമിക്കാറുള്ളത്. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അരുവിപ്പുറത്ത് ചെല്ലുമ്പോൾ അരുവിപ്പുറത്ത് ഗുരുക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മുറിയാ, ശരിയല്ലേ? ഒന്ന് മനസ്സാലോചിച്ച് നോക്കിയേ, ഒരു മുറിയാ. എന്തായിരിക്കും കാരണം? വേണമെങ്കിൽ അരുവിപ്പുറം മഠം വിചാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശിവഗിരി മഠം വിചാരിക്കുകയാണെങ്കിൽ 1 കോടി രൂപ മുടക്കിയോ അതിലേറെ പണം മുടക്കിയോ പ്രൗഢ ഗംഭീരമായ ഒരു ഗുരുക്ഷേത്രം ഉണ്ടാക്കുവാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? എന്നാൽ ഇപ്പോഴും നിരനിരയായിട്ടുള്ള കുറെ മുറി, ഒരു മുറി ഓഫീസ്,
അതിനപ്പുറത്തെ മുറി സാന്ദ്രാനന്ദ സ്വാമിയുടെ ഓഫീസ് മുറി, അതിനപ്പുറത്ത് വൈദികന്മാർ താമസിക്കുന്ന ഒരു മുറി, അങ്ങ് അറ്റത്ത് മേൽശാന്തിയുടെ മുറി, ഇതിനിടയ്ക്ക് കുരുക്ഷേത്രം. അതെന്തായിരിക്കും? ഒരു മുറി ഇങ്ങനെ കടമുറി പോലെ കുറെ മുറി ഉള്ളതിനകത്ത് ഒരു മുറി മാത്രമാണ് അരുവിപ്പുറത്തെ കുരുക്ഷേത്രം. അതിനൊരു കാരണമുണ്ട്. 1888 ഈ വടക്കേ മഠം ഉണ്ടാക്കിയ അന്ന് മുതൽ 1904 ശിവഗിരി മഠം സ്ഥാപിച്ച് അങ്ങോട്ട് താമസം മാറുന്നത് വരെ 16 വർഷങ്ങൾ ശ്രീനാരായണ പരമസദ്ഗുരു കിടന്നുറങ്ങിയിരുന്ന വിശ്രമിച്ചിരുന്ന മുറിയാണ് ഇന്നത്തെ അരുവിപ്പുറത്തെ കുരുക്ഷേത്രം. ഭഗവാന്റെ നിശ്വാസമേറ്റ, സാമുദ്രപാദങ്ങൾ ഭക്ഷണം കഴിച്ച, സാമുദ്രപാദങ്ങൾ വിശ്രമിച്ച, ഭഗവാന്റെ വിയർപ്പ് തുള്ളികൾ വീണതാണ് ആ മുറി. ആ മുറിയിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗം മാറ്റിയ, ദുഃഖം മാറ്റിയ, ദുരിതം മാറ്റിയ ദിവ്യമായ സങ്കേതമാണ് സാമുദ്രപാദങ്ങളുടെ ആ മുറി. അതുകൊണ്ടാണ് ഇന്നും അരുവിപ്പുറത്തെ ആ മുറി സാമുദ്രപാദങ്ങളുടെ ഗുരുക്ഷേത്രമായി അരുവിപ്പുറം മഠം നിലനിർത്തിക്കൊണ്ടു പോരുന്നത്. ആ മുറിയിൽ ഇരുന്നു കൊണ്ടാണ് സാമുദ്രപാദങ്ങൾ ശിവപ്രസാദ പഞ്ചകം എഴുതിയത്. ആ മുറി ഇരുന്നു കൊണ്ടാണ് സാമുദ്രപാദങ്ങൾ ആത്മോപദ ശതകം എഴുതിയത്, ശിവശതകം എഴുതിയത്, ഒരുപാട് കൃതികൾ എഴുതിയത്. വലിയ ചൈതന്യമായ സവിശേഷമായ തരംഗമുള്ളതാണ് അരുവിപ്പുറത്തെ ഗുരുക്ഷേത്രം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇനി നിങ്ങൾ അരുവിപ്പുറത്ത് ചെല്ലുമ്പോൾ കുളിച്ച് വസ്ത്രം മാറി വന്ന് ആ മുറിയുടെ, ആ ഗുരുക്ഷേത്രത്തിന്റെ മുൻപിലിരുന്ന് ഭഗവാനെ ഉപാസിച്ചിട്ടേ പോരാവുള്ളൂ. ഗുരുവിന്റെ ദിവ്യമായ സങ്കല്പം അവിടെയുണ്ട്. ശ്രേഷ്ഠമായ ഒരു വ്രതത്തിലും ശരീരശുദ്ധിയിലുമൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ചൈതന്യം അവിടെ. ആ മുറി സ്വാമി ഇരിക്കുമ്പോൾ കുറച്ച് അമ്മമാർ സ്വാമിയെ കാണാൻ ചെന്ന്, അവിടെ കുറെ അമ്മമാർ ഉണ്ടായിരുന്നു. അവർ ഗുരുവിന്റെ ചിലക്ക് അന്ന് സ്വാമിയെ എന്താണ് ഗുരുഷട്കമൊക്കെ ചൊല്ലി, ഇപ്പം നിങ്ങൾ ഇവിടെ ചൊല്ലി പോലെ ഗുരുഷട്കമൊക്കെ ചൊല്ലി ആളുകൾ പൂജിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ ഒരമ്മ പറഞ്ഞു, സ്വാമി കൊടിയ വേനൽക്കാലമല്ലേ സ്വാമി, ഇവിടെ ഒരു മഴ പോലും പെയ്യുന്നില്ല സ്വാമി, ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ട് സ്വാമി, കന്നുകാലികൾക്ക് പോലും ജലമില്ല സ്വാമി, സ്വാമി ഒന്ന് അനുഗ്രഹിച്ച് മഴ പെയ്ക്കണേ സ്വാമി എന്ന്. അപ്പൊ ഗുരു ചിരിച്ചോണ്ട് പറഞ്ഞ്, ഈ മഴ പെയ്ക്കുന്ന വിദ്യ നമുക്കറിയില്ലല്ലോ എന്ന്. സ്വാമി എങ്ങനാ എന്നെ ചോദിച്ചാലും തിരിച്ചു ചോദിച്ചു, നമുക്കറിയില്ലല്ലോ. നമ്മൾ ഈ ചോദ്യത്തിൽ പെട്ടുപോകും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നീ ശിവഗിരി മാത്രം പോകുന്നോണ്ടാന്ന്, നീ SNDP മാത്രം പോകുന്നോണ്ടാന്ന്, നീ ഗുരുദേവനെ മാത്രം പൂജിക്കുന്നോണ്ടാന്ന്, നീ ഗുരുവായൂരും കൂടെ പോ, നീ അവിടെയും കൂടെ പോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളെ പ്രേരിപ്പിച്ചു കളയും. സ്വാമി ഒരൊറ്റ ചോദ്യം, നമുക്ക് മഴ പെയ്ക്കുന്ന വിദ്യ വശമില്ലല്ലോ. അപ്പൊ ആ കൂട്ടത്തില് ധൈര്യമുള്ളൊരമ്മ പതുക്കെ അങ്ങോട്ട് പറഞ്ഞു, സ്വാമി പറഞ്ഞാൽ പ്രകൃതി കേൾക്കുമെന്ന് എല്ലാവരും പറഞ്ഞു സ്വാമി എന്ന്. അന്ന് ഗുരുവിന്റെ 4 ചോദ്യങ്ങളുണ്ട് കേട്ടോ, 4 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, നാം പറഞ്ഞാൽ മഴ പെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന്. ഒരു 3-4 അമ്മമാർ പതുക്കെ പറഞ്ഞ്, സ്വാമി പറഞ്ഞാൽ മഴ പെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന്. ഗുരുവിന്റെ രണ്ടാമത്തെ ചോദ്യം, നാം പറഞ്ഞാൽ പ്രകൃതി കേൾക്കുമെന്ന് അത്രയും വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് നമ്മെ? എല്ലാവരും ഒന്നിച്ച്, എല്ലാവരും ഇല്ല, കുറച്ചും കൂടി അമ്മമാരുടെ എണ്ണം കൂടി, സ്വാമി പറഞ്ഞാൽ മഴ പെയ്യുമെന്ന് ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ടെന്ന്. 3-ാമത്തെ ചോദ്യം, ആ ചോദ്യം ഇടത്തേക്കായി കൊണ്ടാണ് കേട്ടോ. അതിന് കാരണമുണ്ട്. സ്വാമി ഈ വസ്ത്രം എടുക്കുന്ന രീതി, ഒരു കര പോലും ഇല്ലാത്തൊരു തൂവെള്ളം മൽമലമുണ്ട് ഇങ്ങനെ കൊടുക്കും, മറ്റൊരു വെള്ളമുണ്ട് എടുത്തിട്ട് ഇങ്ങനെ കറക്കി ഒരൊറ്റ ഉടുക്കല. അപ്പൊ ഈ ഇങ്ങനെ കറക്കി എടുക്കുമ്പോൾ ഈ വലത് കൈ മുണ്ടിനകത്തായി പോകും. അപ്പൊ സ്വാമി മിക്കവാറും നടക്കുമ്പോൾ ഈ കൈയാണ് ഫ്രീ. അപ്പൊ അതുകൊണ്ട് പതുക്കെ പറഞ്ഞ് എന്നെ പിടിച്ചിട്ട് പറഞ്ഞ്, ഈ കൈ ചൂണ്ടിക്കൊണ്ട് നാം അനുഗ്രഹിച്ചാൽ ഇന്ന് ഇപ്പോ ഇവിടെ മഴ പെയ്യുമോ എന്ന് ഒരു ചോദ്യമല്ലേ. നാം അനുഗ്രഹിച്ചാൽ ഇന്ന് ഇപ്പോ ഇവിടെ മഴ പെയ്യുമോ? എല്ലാവർക്കും വലിയ ആവേശം. സ്വാമി അനുഗ്രഹിച്ചാൽ ഇന്ന് ഇപ്പൊ ഇവിടെ മഴ പെയ്യും സ്വാമി എന്ന്. ഗുരു ഒരു ചിരി, പുഞ്ചിരി. അടുത്ത ചോദ്യം, എന്നിട്ട് നിങ്ങൾ ആരും എന്താ കൊട കൊണ്ടുവരാത്തതെന്ന്. ആലോചിച്ചപ്പോ ചിരി വന്നല്ലേ, ആലോചിച്ചപ്പോ. എന്നിട്ട് നിങ്ങൾ ആരും എന്താ കൊട കൊണ്ടുവരാത്തതെന്ന്. ആർക്കും അനക്കമില്ല. അപ്പൊ സ്വാമിയുടെ അടുത്ത ചോദ്യം, ചിലപ്പോ പെയ്യുമെന്ന് ഓർത്തായിരിക്കുമല്ലേ എന്ന്. ഈ കുല ഇന്നും അവിടെ നിൽക്കുക, നമ്മുടെ കുലം ഇന്നും അവിടെ നിൽക്കുക. ശ്രീനാരായണ ഗുരുവിനെ കണ്ട ചിലപ്പോ പെയ്യുമായിരിക്കും. അല്ലെ നമുക്ക് ഗുരുവായൂരപ്പൻ, ശബരിമല അയ്യപ്പൻ അങ്ങനെ ഒറ്റ ഓട്ടമാ. ഇതൊന്നുമല്ല, അവിടെ ഒരു ചരട്, ഇവിടെ ഒരു ചരട്, ഒരു ചരട്, തല വേറെ ആന്റിന വെച്ച് കുറെ ഹോമം നടത്തി വീടിന്റെ ചുറ്റും കൊണ്ട് ഭസ്മം കുഴിച്ചിട്ട് എന്തെല്ലാം പരിപാടിയാ. ഇതൊന്നും നിശ്ചയിച്ചതല്ല, ആയിക്കോട്ടെ. സ്വാമിയുടെ ചോദ്യ, ചിലപ്പോ പെയ്യുമെന്ന് ഓർത്തായിരിക്കുമല്ലേ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ഉത്തരാരും പറയണ്ട. അന്ന്
ഗുരുവിന്റെ അടുത്തുള്ള ആ അമ്മമാരുടെയും ഭക്തന്മാരുടെയും കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കൂടെ കൊണ്ട് പോകുമായിരുന്നു? ഉത്തരം പറയണ്ട, സ്വന്തം മനസാക്ഷി വെച്ചാൽ മതി. ഞാൻ അന്ന് കൂടെയും കൊണ്ടുപോകുമായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഗുരുഭക്തിയുടെ തലം എവിടെയാന്ന്. അത് കഴിഞ്ഞിട്ട് ഗുരു പറഞ്ഞു, സാരമില്ല, എല്ലാവരും വന്നതല്ലേ, നാം ഒരു പ്രാർത്ഥന പറഞ്ഞുതരാം, ചൊല്ലിക്കോളാൻ പറഞ്ഞു. നാം ഒരു പ്രാർത്ഥന പറഞ്ഞുതരാം. 1894 മാർച്ച് 28 കൊടിയ വേനൽക്കാലം. മാത്രമല്ല, ഈ അന്ന് വരെ കവിതകൾക്ക് ഒരു സാമ്പ്രദായികമായ പദപ്രയോഗ ശൈലിയുണ്ട്. കവിത ഭയങ്കര ആലങ്കാരികമായി വളരെ വാക്കുകൾ പെറുക്കി വെച്ച് വൃത്ത നിബദ്ധതയിൽ സമ്പ്രദായ ശൈലിയിൽ വളരെ അപ്ഗ്രേഡ് ചെയ്ത പദങ്ങൾ മാത്രമൊക്കെ എല്ലാം കൂടെ പൊളിച്ചിട്ട് പച്ച മലയാളത്തിൽ അയ്യോ അയ്യോ എന്നൊക്കെ അന്ന് വരെ ആരെങ്കിലും കവിത എഴുതുമോ? അയ്യോ, ഇങ്ങനെയാണോ കവിത എഴുതുന്നത്? ഒരൊറ്റ കൃതി ഗുരുവിന്റെ അയ്യോ. ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയെ, കൈയേ കീടുവതിന് കാൺകളൊരുവൻ കാരുണ്യവാൻ ആരഹോ, പയ്യാർ നീജനം ആഴിയിൽ പതിവതിന് മുന്നേ പരന്നൂഴി പെയ്യാറാകണമേ, കനാമ്പ് കൃതയാ ഗംഗാ നദീധാമമേ. എന്തോ അല്ലേ, എന്തോ പറച്ചില. പ്രകൃതി അനുസരിച്ച് പോകത്തില്ലേ? ഈശ്വരൻ കൽപ്പിച്ചാൽ 3.5 മണിക്കൂർ നെയ്യാറ്റിങ്കര പൊളിച്ചങ്ങ് അടിക്കണം. 3.5 മണിക്കൂർ. നമ്മുടെ സ്പീക്കർ AN ഷംസീർ പറഞ്ഞ പോലെ മിത്തൊന്നുമല്ല കേട്ടോ, ചരിത്രമാണ് കേട്ടോ. ഇത് ഗണപതി മിത്തൊന്നുമല്ല, ഇത് ചരിത്രമാണ്. 1894 മാർച്ച് 28 ഏതാണ്ട് ഒരു 2.5 മണി സമയത്ത് അരുവിപ്പുറം മഠത്തിൽ ഭഗവാന്റെ ഒരു കൃതി അങ്ങോട്ട് ചൊല്ലിയപ്പോ തകർപ്പൻ മഴ പെയ്തത്. നസ്രാണി ദീപിക, രാജ്യസമാചാരം, മലയാള മനോരമ വാർത്തയായിട്ട്. അന്ന് കൗമുദി ഇല്ലായിരുന്നു കേട്ടോ. അല്ല, അവര് കൗമുദി 1911 അന്ന് കൗമുദി ഇല്ലായിരുന്നു. ഇത് 1894 ഈ പത്രങ്ങളിലൊക്കെ വാർത്തയായിരുന്നു. ഇപ്പോഴും നമുക്ക് വിശ്വാസമില്ല.